യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് നടൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ രഞ്ജിത്തിനെ കോടതിയിലേക്ക് എത്തിച്ചു എന്ന്. ഇപ്പോഴിതാ രഞ്ജിത്തിന് ജാമ്യം ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സംശയിക്കേണ്ട, ഇനി പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയ്ക്ക് അനുകൂലമാകുന്ന തരത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകും. 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. ഇതാ രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. തിങ്കളാഴ്ച വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നതാണ് വിവരം. ഇപ്പോൾ നവമി ചേരുന്നുണ്ട്. 3 ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു ആവശ്യപ്പെട്ടത്. 3 ദിവസത്തെ കസ്റ്റഡി തന്നെ അനുവദിച്ചിരിക്കുന്നു. അതായത് ശനി, ഇന്നത്തെ ദിവസം കൂടി കൂട്ടി ശനി, ഞായർ, തിങ്കൾ 3 ദിവസത്തെ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഒപ്പം രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ കോടതി കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തിയോ നവമി? അഭിലാഷ, 3 ദിവസത്തേക്കുള്ള കസ്റ്റഡിയിലേക്കാണ് രഞ്ജിത്തിനെ കോടതി വിട്ടയച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ചത് രഞ്ജിത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. അദ്ദേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള, അതുകൊണ്ട് തന്നെ വിടുന്നതിന്റെ ആവശ്യകത കൂടി പറയണമെന്നായിരുന്നു പ്രതിഭാഗം പ്രധാനമായും കോടതിയിൽ വാദിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ പൂർണ്ണമായും എതിർക്കുകയായിരുന്നു. ഈ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളൊക്കെ പരമാവധി 5 വർഷം വരെ ലഭിക്കുന്ന വകുപ്പുകളാണ്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ വാദിച്ചത്. എന്തായാലും ആ പ്രോസിക്യൂഷന്റെ വാദത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ കോടതി 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജാമ്യാപേക്ഷ ഇനി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയായിരിക്കും. ചൊവ്വാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. തിങ്കളാഴ്ച വൈകിട്ട് വരെ, അതായത് തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അനുമതിയും പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ കോടതി ഒരു കാര്യം ചോദിച്ചു. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ചോദിച്ചത് 5 വർഷം മുൻപല്ലേ, 2 വർഷം മുൻപല്ലേ ഈ ശസ്ത്രക്രിയ നടത്തിയത്, കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയതെന്നായിരുന്നു കോടതി ചോദിച്ചതും. എന്തായാലും ഇപ്പോൾ ഈ മെഡിക്കൽ പരിശോധന, ഒരു കാര്യം കൂടി കോടതി പറഞ്ഞത്, ഈ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് തന്നെ കോടതി പറഞ്ഞത് മെഡിക്കൽ പരിശോധന 24 മണിക്കൂർ കൂടുമ്പോൾ പോലീസ് കൂടി ആവശ്യം കൂടി അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും 24 മണിക്കൂറുകൾ കൂടുമ്പോൾ മെഡിക്കൽ പരിശോധന നടത്തണം. 3 ദിവസത്തെ കസ്റ്റഡിയിൽ നൽകുകയും ചെയ്തു. 2 വർഷം മുൻപല്ലേ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് കോടതി നൽകുകയും ചെയ്തു. 2 വർഷം മുൻപല്ലേ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് കോടതി ചോദിച്ചത്. എന്തായാലും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഇനി കോടതിയിൽ ഹാജരാക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിവരെ ആയിരിക്കും രഞ്ജിത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവുക. അതിനിടെ തന്നെ ഈ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തി എന്ന് പറയുന്ന കാരവാൻ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്ന കാരവാൻ കൊച്ചിയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയോ ആയിട്ട് ഇതിന്റെ തെളിവെടുപ്പ് അടക്കം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കാരവാനിൽ എത്തിച്ച് രഞ്ജിത്തിന് തെളിവെടുപ്പ് നടത്തും. അതോടൊപ്പം തന്നെ വിശദമായൊരു ചോദ്യം ചെയ്യലിലേക്കാണ് അന്വേഷണ സംഘം ഇതിനോടുകൂടി കടന്നിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് രഞ്ജിത്തിനെ വിട്ടു നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ പ്രോസിക്യൂഷൻ പ്രതിഭാഗം ഈ കസ്റ്റഡിയെ അന്വേഷണത്തോട് പൂർണ്ണമായും രഞ്ജിത്ത് സഹകരിക്കും. അതിന് കസ്റ്റഡിയിലേക്ക് വിടേണ്ട ആവശ്യമുണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. പക്ഷേ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് നൽകിയിരിക്കുന്നത്. ഈ കസ്റ്റഡിയുടെ ആവശ്യകത എന്താണെന്ന് വ്യക്തമാക്കണമെന്നുകൂടി പ്രോസിക്യൂഷൻ വ്യക്തമാക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും കോടതി അതിനെ ഇതിന്റെ തെളിവെടുപ്പെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണം അടക്കം ഉള്ളതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് വിടണമെന്ന ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. 3 ദിവസത്തേക്കായിരിക്കും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച 4 മണിവരെ കസ്റ്റഡിയിലുണ്ടാകും. ചൊവ്വാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കണം. അന്നായിരിക്കും ജാമ്യാപേക്ഷയും പരിഗണിക്കുക. അഭിലാഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോടതിക്ക് മുന്നിലാണ്. ഈ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ലാണ് രഞ്ജിത്തിനെ അല്പസമയത്തിനുള്ളിൽ തന്നെ രഞ്ജിത്തിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വീണ്ടും പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകും. ചങ്ങനാശ്ശേരിയിൽ നിന്നും കാരവാൻ കൊച്ചിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാരവാനിൽ എത്തിച്ചടക്കം തെളിവെടുപ്പിനുള്ളൊരു സാധ്യതയാണ് അടുത്ത പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പൂർണ്ണമായും ഈ കുറ്റം നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലും കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. തീർച്ചയായും. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉടൻ തന്നെ രഞ്ജിത്തിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. കാരണം 3 ദിവസമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ തെളിവെടുപ്പിനോട് സഹകരിക്കുന്നില്ല എങ്കിൽ മാത്രമാണ് കസ്റ്റഡി കാലാവധി നീട്ടണം എന്ന് ആവശ്യപ്പെടുക. അല്ലെങ്കിൽ ജാമ്യത്തിനുള്ള സാധ്യതയുമാണ് നമ്മൾ കാണുന്നത്. ഇനിയുള്ള ഈ 3 ദിവസം അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് പ്രധാനപ്പെട്ടതാണ്. എത്രയും പെട്ടെന്ന്
തെളിവുകൾ ശേഖരിക്കുക എന്നതിലേക്ക് പോലീസ് കടക്കും. അപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് രഞ്ജിത്ത് പുറത്തിറങ്ങും, അല്ലെങ്കിൽ കോടതിക്ക് വെളിയിലേക്ക് വരും. രഞ്ജിത്തുമായി പോലീസ് സംഘം പുറത്തേക്ക് ഇറങ്ങും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം ഇല്ല. രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. തിങ്കളാഴ്ച വരെയാണ് കസ്റ്റഡി. 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് നൽകിയിരുന്നത്. അത് അംഗീകരിക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാണിച്ചുകൊണ്ടായിരുന്നു ജാമ്യം തേടിയത് എങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. പ്രത്യേകിച്ച് സർജറി അടക്കം നടന്നത് വർഷങ്ങൾക്ക് മുമ്പല്ലേ എന്ന ചോദ്യം ആയിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അല്പസമയത്തിനകം തന്നെ രഞ്ജിത്തുമായി പോലീസ് സംഘം പുറത്തേക്ക് എത്തും. ഇനി തെളിവെടുപ്പ് പോലെയുള്ള നടപടിക്രമങ്ങൾ ആണ് പോലീസിന് നടത്തേണ്ടത്. നവമി, ആ നടപടികളിലേക്ക് പോലീസ് അതിവേഗം കടക്കും, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിലെ മറ്റ് നടപടിക്രമങ്ങൾ